യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരികയാണ്. ഈ മാസം മുഴുവൻ ദൈവവചനം കേട്ട പ്രാർത്ഥനയിലൊപ്പമായിരുന്ന എല്ലാവരെയും ഓർക്കുന്നു, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരാളിൽ വരുന്നത്. ദൈവവചനം ഒരാൾ കേൾക്കുമ്പോൾ, ദൈവവചനം ഒരാൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത്, ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ സംഭവിക്കാൻ തുടങ്ങും, നമ്മളിൽ വരാൻ തുടങ്ങും. ദൈവശക്തിയുടെ പ്രത്യേകത നമ്മുടെ ശക്തി കൊണ്ട് പരിഹരിക്കാൻ, സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ദൈവശക്തിയിൽ പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് ഒരു നല്ല ഉത്തരമാകാൻ, പരിഹാരമാകാൻ ഇടയാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമ സാഹചര്യത്തിലൂടെ ജീവിതം കടന്നു പോവുകയാണോ എങ്കിലിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക്, നിരാശയ്ക്ക് ഒരു പരിഹാരമായി മാറട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഒരു വലിയ പ്രതിസന്ധിയിൽ ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനായി വരുമ്പോൾ അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ഒരു വലിയ പ്രയാസത്തോടെയാണ് ഈ ആലയത്തിൽ വന്നത്. എനിക്കന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥന ലഭിച്ചു. പിന്നീട് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്, എൻ്റെ പ്രതിസന്ധികൾ വലിയ പർവ്വതം പോലെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധി എങ്ങനെയെന്നറിയില്ല, അത് മഞ്ഞുപോലെ ഉരുകി മാറാൻ തുടങ്ങിയെന്ന്. നമ്മൾ ഓരോരുത്തരുമുള്ളത് ഒന്നോ രണ്ടോ ആളുടെ പ്രാർത്ഥനയ്ക്ക് നടുവിലല്ല, ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് നടുവിലാണ് നമ്മളുള്ളത്. അതും ഒരു അനുഗ്രഹമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തെ ഒരു പടി കൂടെ അനുഗ്രഹത്തിലെത്തിടയാകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ഈ വചനം ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളുടെ അവസാന ഭാഗം ഞാൻ വായിക്കുകയാണ്. യാക്കോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ യാക്കോബ് പറയുന്നുണ്ട്, 26-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു. ഇന്ന് വ്യാഴാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് ഈ വാക്യം വായിച്ചത് ഒറ്റ വാക്കിന് പ്രാധാന്യം കൊടുക്കാനാണ്. ഇവിടെ നിങ്ങൾ കേട്ട് കാണും, 32-ാം അധ്യായം
29-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവസാനം ദൈവം അവിടെ വച്ച് യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു. അവിടെ വച്ച്, അവിടെ വച്ച്, അവിടെ വച്ച് എന്ന വാക്കിന് എന്താ ഇത്ര പ്രത്യേകത? എവിടെ വച്ചാണ്? യാക്കോബ് പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം മല്ലുപിടിച്ച, അല്ലെങ്കിൽ സമയം ചെലവഴിച്ച ആ സ്ഥലത്തു വച്ചാണ് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത്. ഇവിടെ ഇരിക്കുന്ന, കേൾക്കുന്ന, വചനം കേൾക്കുന്ന പലരും ചോദിക്കാറുണ്ട്, എന്തിന് പ്രാർത്ഥിക്കാൻ പോകണം? എന്തിന് ആ സ്ഥലത്ത് ധ്യാനത്തിനും കൗൺസിലിങ്ങിനൊക്കെ പോകണം? എന്തിന് പള്ളിയിൽ പോകണം? നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ചെന്ന് നിൽക്കുന്ന, പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്ന അവിടെ വച്ചാണ്, ദൈവം ഒരുക്കിയ ആ സ്ഥലത്ത് വച്ചായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ആലയത്തിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് എന്തിനാ അവിടെ പോകേണ്ട കാര്യം എന്താ? ഇത്രയും ദൂരം എന്തിനാ അവിടെ പോകുന്നത്? അല്ലെ ഈ വചനം എന്തിനാ എങ്ങനെ കേൾക്കുന്നത്? ഞാൻ ഈ വാക്യം കുറേ പ്രാവശ്യം ചിന്തിച്ചു. യാക്കോബ് ഒരു പുഴയ്ക്കിക്കരെ നിന്നു. പുഴയ്ക്കക്കരെ ഭാര്യമാരും മക്കളുമാർ പരിചാരക സമ്പത്തെല്ലാം മാറ്റിവിട്ടു. അവരുള്ള സ്ഥലത്ത് വച്ചല്ല ദൈവം അനുഗ്രഹിച്ചേ. ദൈവത്തോടൊപ്പം ഒറ്റയ്ക്ക് യാബോക്ക് എന്ന പുഴയുടെ ഇക്കരെ നിന്നൊരു യാക്കോബുണ്ട്. ഒരു രാത്രിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗം അങ്ങനെയാണ്: ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ച യാക്കോബ്. അന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഒട്ടും ഉറങ്ങിയിട്ടില്ല. രാത്രി മുഴുവൻ മല്ല് പിടിച്ച്, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം അവിടെ ചെലവഴിച്ചു. നിങ്ങളിപ്പോൾ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, യാത്രകളിലൊക്കെ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന ചില മിനിറ്റുകളാണ്. ഇവിടെ വച്ചാണ് ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഈ ആലയത്തിൽ വന്നിരുന്ന് വചനം കേൾക്കുമായിരിക്കും. ഇവിടെ വച്ച്, അവിടെ വച്ച് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇനി അപ്പുറത്തേക്കൊക്കെ മാറുമ്പോൾ ഇനി കാണുന്നത് യാക്കോബിൻ്റെ സമ്പത്ത് എന്നാണ്. യാക്കോബിൻ്റെ സമ്പത്ത്. ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ അവൻ്റെ ജീവിതം പിറകോട്ട് പോകില്ല, പിറകോട്ട് പോകില്ല, പിറകോട്ട് മറിഞ്ഞു പോകില്ല, പിറകോട്ട് പോയി എവിടെയെങ്കിലും ഉരുണ്ട് വീഴില്ല, മുമ്പോട്ട് പോകും. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരാളുടെ ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് നയിക്കുന്നത്. വിജയകരമായി മുന്നോട്ട് നയിക്കുന്നത്. അവിടെ വച്ച് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസം മുമ്പ് നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ, ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ പറ്റുവാണെങ്കിൽ എഴുതി അയച്ചേരെ. ഞങ്ങൾ ഈ 15 ദിവസം പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിൽ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. എന്തിനെന്നറിയാമോ? ഈ വചനമൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. യാക്കോബ് ഇക്കരെ നിന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ച, ഒരു രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചില്ലേ? അനേകം മനുഷ്യരുടെ കണ്ണുനീരോടെ പ്രാർത്ഥന ഉയരുന്ന ഒരു സ്ഥലമാണിത്. അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളും അവരുടെ നിയോഗമൊക്കെ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ദൈവം ആ പേര് വച്ചിരിക്കുന്ന ആ സ്ഥലത്ത് വച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുവാണ്. നിങ്ങൾക്കും അവധി കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ, ഒക്കുന്നൊരു സമയത്ത്, നിർബന്ധമൊന്നുമല്ല, നിങ്ങളും പ്രാർത്ഥനയുള്ള സ്ഥലങ്ങളിൽ പോകണം. ദൈവവചനം കേൾക്കണം, ദൈവത്തെ ആരാധിക്കണം, കുടുംബമായി പോകണം, മക്കളെ കൂട്ടിക്കൊണ്ടു പോകണം. എന്തിനെന്നറിയോ? അവിടെ വച്ചാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. എപ്പോഴും തിരക്കാണ്, എപ്പോഴും എല്ലാത്തിനും ഓടി ഓടി നടക്കുന്ന സമയമാണ്. ഒന്നിനും ഒരു സമയമില്ല. ശരിയാണ്, തിരക്കുണ്ട്, യാത്രയുണ്ട്, ബിസിനസ്സുണ്ട്, കൃഷിയുണ്ട്,
നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. ഉറങ്ങുന്നത് തന്നെ രാത്രി 12 മണിയൊക്കെ ആകും. എല്ലാ ജോലിയും കഴിയുമ്പം നേരം വെളുക്കുന്നതിനും എഴുന്നേൽക്കുന്നു. ഓട്ടടാ ഓട്ടം, തിരക്കോട് തിരക്ക്. അതുമാത്രം പോരാ, നമ്മൾ കുറച്ച് സമയം ദൈവസന്നിധിയിൽ മാറ്റിവെക്കണം. കുടുംബമായി പ്രാർത്ഥിക്കണം. യാക്കോബ് തൻ്റെ സമ്പത്തും ഭാര്യമാരെയും മക്കളെ എല്ലാം യാബോക്കെന്ന കടവ് കടത്തിയിട്ട് തിരക്കൊണ്ട് പിന്നെയാകട്ടെ എന്ന് ചിന്തിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ അങ്ങ് പോയായിരുന്നെങ്കിൽ ഈ അനുഗ്രഹം അവിടെ വരത്തില്ലായിരുന്നു. യാബോക്ക് എന്ന കടവ് കടത്തിയിട്ട് യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. നമ്മളും ദൈവസന്നിധിയിൽ തിരക്കെല്ലാം മാറ്റി, ടെൻഷനൊക്കെ മാറ്റിവെച്ച് കുറച്ചു സമയം പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോഴാണ് നമ്മളെയും ദൈവം അനുഗ്രഹിക്കുന്നത്. 1-ാം തീയതി ശനിയാഴ്ചയാണ്, 2-ാം തീയതി ഞായറാഴ്ചയാണ്. അങ്ങനെയുള്ള 15 ദിവസങ്ങളാണ്. ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളാണെങ്കിലും മറക്കാതെ ആ പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ കഴിഞ്ഞ് മുതലാണ് പ്രാർത്ഥനകൾ ആരംഭിക്കുക. അത് ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ ഓർക്കാം. ഇന്ന് നമ്മൾ കേട്ട ഈ വചനം, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എഴുതി അയക്കാനും ഇവിടെ വരാനും ഒന്നും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വീടുകളിലിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ മനസ്സിലോർത്ത് അവരെ പ്രത്യേകം സമർപ്പിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതൊക്കെ ഒരു അനുഗ്രഹമായി വരും. ഒരനുഗ്രഹമായി അത് മാറി വന്നോളും. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഇന്ന് കേൾക്കുന്ന ദൂരദേശങ്ങളിലിരുന്നും മറ്റു രാജ്യങ്ങളിലിരുന്നും വാഹനത്തിലിരുന്നും ഒക്കെ പ്രാർത്ഥനാ മുറിയിലിരുന്നും കുടുംബമായും ഒറ്റയ്ക്കും ഒക്കെ ഈ വചനം കേൾക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്ന യാക്കോബിനെ തേടി വന്നതൊരു വലിയ അനുഗ്രഹമാണ്. അത് യാക്കോബിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിന് അത് വഴിത്തിരിവായി. യാക്കോബിൻ്റെ കുടുംബത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറി. ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് വചനം കേൾക്കുക ഓരോ വ്യക്തികളിലും വരണമേ. ഈ വചനം കേൾക്കുന്ന വ്യക്തികളിൽ രോഗികളുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്, മനപ്രയാസമുള്ളവരുണ്ട്, നിരാശയുള്ളവരുണ്ട്, വിധവകളുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട്, PR-ന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, തലമുറകളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവിധ തരം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിലൊരു പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇനി എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദിവസവും വചനം കേൾക്കുന്നവരെ ഒന്നിച്ചനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ, സന്തോഷവും സമാധാനവും നൽകണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ. രോഗങ്ങൾ, അപകടങ്ങളെല്ലാം മാറിപ്പോകട്ടെ. അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അസൂയയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്ര ശുദ്രപ്രയോഗത്തിൻ്റെ, എല്ലാ തിന്മയുടെ, അസ്വസ്ഥതയുടെ, നാരകീയ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു ദോഷവും ഒരു തിന്മയും ഒരു അനർത്ഥവും വരാതെ ഞങ്ങളെ പരിപാലിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലിയുള്ള പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ.